നമസ്കാരം. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അധികാര ദുർവിനിയോഗം ചെയ്തതിനെക്കുറിച്ചും ഭരണഘടനാ ലംഘനത്തെക്കുറിച്ചും സത്യപ്രതിജ്ഞ ലംഘനത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരട്ട പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ അതിനിശിതമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനുമെതിരെ ഉതിർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടേതായി കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകളുടെ ഫോണിലേക്ക് ഒരു സന്ദേശം എത്തിയിട്ടുണ്ടായിരുന്നു. സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ ഇനിയും കൂടെയുണ്ടാകും എന്ന തരത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ കുടിശ്ശികയുമെല്ലാം സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തീർത്തിട്ടുണ്ട്. ആ കുടിശ്ശിക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു പ്രചരണമാണ് മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ എത്തിയത്. എന്നാൽ എവിടെ നിന്നാണ് മുഖ്യമന്ത്രി ഇത്രയും ആളുകളുടെ ഫോൺ വിവരങ്ങൾ, വ്യക്തിഗത രേഖകൾ ചോർത്തിയെടുത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി തന്നെ മറുപടി പറയേണ്ടതായി വന്നു സർക്കാരിന്റെ അഭിഭാഷകർക്ക് കോടതിയിൽ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നു. സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി പൗരന്മാർ സമർപ്പിക്കപ്പെടുന്ന ഡാറ്റകൾ ഒരു കാരണവശാലും അവർ സമർപ്പിക്കുന്ന ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ഉത്തരവുകളെയാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലംഘിച്ചത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശമ്പള ആവശ്യങ്ങൾക്കും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്നാണ് മുഖ്യമന്ത്രി ഏതാണ്ട് 1 കോടി ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് അവരുടെ ഫോൺ നമ്പറുകളിലേക്ക് ശബ്ദ സന്ദേശം അയച്ചത് എന്നുള്ള കേസാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിച്ചത്. ഹൈക്കോടതി അതിനിശിതമായി പിണറായി വിജയനെ എടുത്തുടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മേലിൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ചിത്ര സന്ദേശങ്ങളോ ആളുകളുടെ ഫോൺ നമ്പറുകളിലേക്ക് അയക്കാൻ പാടില്ല. ഡാറ്റ ചോർത്തിയതിന് കേസ് വേറെയുണ്ട്. അതായത് സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്തിരുന്ന പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ എന്നോണം ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങനെ ഒരു കളവ് നടത്തിയിരിക്കുന്നത്. ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരാണോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിചാരണയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി കൃത്യമായി തന്നെ ഇതിന്റെ വിശദീകരണം സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം വേണം എന്നുള്ള സർക്കാർ അഭിഭാഷകന്റെ ആവശ്യം കോടതി ദൂരെ വലിച്ചു കീറി എറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കാരണവശാലും അത് സാധ്യമല്ല. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം ഉത്തരവുകൾ നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു. അതായത് വ്യക്തികളുടെ സ്വകാര്യ നിയമങ്ങൾ, വ്യക്തിഗത നിയമങ്ങൾ ഒരു കാരണവശാലും അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതിന്റെ നഗ്നമായ ലംഘനം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇപ്പോൾ ഇത്തരം ഫോൺ നമ്പറുകളിലെ വാട്സപ്പുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം അയച്ചു കൊടുത്തിരിക്കുന്നു. ഇത് പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി തന്നെയാണ്. പാർട്ടിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശേഖരിക്കുന്നതിന് വേണ്ടി, വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇത് ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ചില സംഘടനകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വാദം കേൾക്കുമ്പോഴാണ് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിനിശിതമായ രീതിയിൽ എടുത്ത് കൊടുത്തിരിക്കുന്നത്. മനുഷ്യരുടെ ഇത്തരമുള്ള ഡാറ്റകൾ ഒരു കാരണവശാലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പാടില്ല. അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സർക്കാർ തന്നെ അത്തരം രേഖകൾ ചോർത്തി എന്നുള്ളത് കൃത്യമായ ഗുരുതരമായ നിയമലംഘനം തന്നെയാണ്. ഇതിൽ കൃത്യമായി തന്നെ സർക്കാർ മറുപടി പറയേണ്ടതായി വരും. മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തൊടുക്കുന്ന കാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കണ്ടത്. വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പിണറായിക്ക് ഇത് ഇരട്ടത്താപ്പായി മാറിയിരിക്കുന്നു. എന്തായാലും 2026 മുഖ്യമന്ത്രി പിണറായി വിജയന് മത്സരിക്കാനാകുമോ എന്നുള്ളത് തന്നെ ഇപ്പോൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. കോടതിയുടെ നിയമവ്യവഹാരങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് പറയാൻ സാധിക്കൂ. കാരണം സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. വ്യക്തിഗത നിയമങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് അധികാര ദുർവിനിയോഗം തന്നെയാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്
പ്രശ്നമാണ്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മത്സരിക്കാനാകുമോ എന്നുള്ളതെല്ലാം നിയമവൃത്തങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും കോടതിയിൽ ഈ കേസ് ഇപ്പോഴും വിചാരണ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഒരു കാര്യം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു, അധികാര ദുർവിനിയോഗം നടന്നിരിക്കുന്നു. ഇനി ഒരു കാരണവശാലും ഇത്തരം ശബ്ദ സന്ദേശങ്ങളോ അല്ലെങ്കിൽ ചിത്ര സന്ദേശങ്ങളോ വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത്തരം ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് അയക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായ ശാസനം തന്നെ നൽകിയിരിക്കുന്നു. ഇനിയും ഈ കേസിൽ എന്താണ് സംഭവിക്കുക, കോടതിയുടെ വിചാരണയ്ക്കൊടുവിൽ എന്താണ് സംഭവിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയന് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം, കാത്തിരിക്കാം.